ആരംഭകാലഘട്ടം മുതൽ ആ കേസിനെ CPM-നെതിരായി തിരിച്ചുവിടാൻ UDF-ഉം BJP-യും നല്ലതുപോലെ പരിശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ആ കേസ് CBI അന്വേഷണം നടത്തണം, CBI ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ശ്രമങ്ങളാണ് നടത്തിയത്. ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയാണ് CPM-ൻ്റെ പ്രധാനപ്പെട്ട 6 നേതാക്കൾ സഖാക്കളെ ആ കേസിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ കേസിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ളവരെ കുറിച്ചൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. ആ പരിസരം ഉദുമ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്കറിയാം. കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ലയിലെ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്കറിയാം. CPM-ൻ്റെ MLA ആയിട്ടുള്ള സഖാവ് KV കുഞ്ഞിരാമൻ അത്തരത്തിലുള്ള നേതാക്കളെ ഇതിൽ ഉൾപ്പെടുത്തി രാഷ്ട്രീയമായി ഈ കേസിനെ മാറ്റി തീർക്കാനാണ് CBI-യെ ഉപയോഗിക്കുന്നത് എന്ന് അന്ന് ഞങ്ങൾ ഉയർത്തി പറഞ്ഞിട്ടുള്ളതാണ്. അത് ശരിയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ നിലപാട്. അതുകൊണ്ട് നിയമപരമായ കാര്യങ്ങളെല്ലാം ആലോചിച്ച് പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പറഞ്ഞതുപോലെ പാർട്ടിയുടെ നിരപരാധികളായ സഖാക്കളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കോടതിയുടെ മുമ്പാകെ സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം ശക്തമാക്കും, നടപടി സ്വീകരിക്കും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്.